എത്ര തുരുമ്പ് പിടിച്ച സൈലൻസറും പുതിയതുപോലെ ആക്കാൻ ഈ ബ്രഷിൽ തേച്ചിരിക്കുന്ന ലിക്വിഡ് മതി. ഇനി ഞാൻ വെള്ളം ഒഴിച്ച് കാണിക്കാം. ഈ ഭാഗത്തുണ്ടായിരിക്കുന്ന തുരുമ്പ് മൊത്തം പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ ബൈക്കുകളിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് തുരുമ്പ്. ബൈക്ക് അങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ സൈലൻസറുകൾ എപ്പോഴും ഇതുപോലെ തുരുമ്പ് പിടിച്ചിരിക്കും. ഈ തുരുമ്പൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാലും അങ്ങനെയൊന്നും ക്ലീൻ ആകത്തില്ല. ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴിയുമ്പോൾ അതൊന്ന് മായുന്നുള്ളൂ, നല്ല രീതിയിലൊന്നും മാഞ്ഞു കിട്ടത്തില്ല. പക്ഷെ നമുക്കിത് ഒരു ഐറ്റംസ് ഉപയോഗിച്ച് മാത്രം, ഒരു ഐറ്റം മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ തുരുമ്പ് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഐറ്റം എന്താ, ഹാർപ്പിക്ക് എന്നല്ല, ഹാർപ്പിക്ക് പോലുള്ള ഏതെങ്കിലും ഒരു ബാത്റൂം ക്ലീനർ ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇനി പറയുന്ന പോലെ ഇതിലുള്ള തുരുമ്പുകളെല്ലാം കളയുന്നത്. ഇപ്പോൾ അതാ ഈ ബൈക്കിൽ കാണുന്ന പോലെ ഇതിൻ്റെ സൈലൻസറിൽ തുരുമ്പുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ അല്പം ഹാർപ്പിക്ക് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റോളം വെക്കാം. വെച്ച ശേഷം ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലുണ്ടാകും. എനിക്ക് ഇതിലുണ്ടാകുന്ന തുരുമ്പുകളൊക്കെ ഇത് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന തുരുമ്പാണ് ഇളകുന്നത്. നിങ്ങൾക്ക് ഇതിലൂടെ വ്യക്തമായി കാണുന്നുണ്ടായിരിക്കും. ഈ ബ്രഷ് നോക്കിയാലും അറിയാം, നല്ല രീതിയിൽ തന്നെ തുരുമ്പുകളെല്ലാം ഇളകി പോകുന്നുണ്ട്. ഞാനിപ്പോൾ 10 സെക്കൻഡോളം ഉരച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കാണിക്കാം. അതിലുണ്ടായിരുന്ന തുരുമ്പുകളെല്ലാം പോയി കണ്ടോ, അതിലുള്ള തുരുമ്പുകളെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ അത് വൃത്തിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഭാഗം ക്ലീൻ ചെയ്താൽ തുരുമ്പുകളെല്ലാം പോകും, വൃത്തിയായി കിട്ടുകയും ചെയ്യും.